Hello everyone, welcome back to my channel. അപ്പോൾ ഓണമൊക്കെ ഇങ്ങനെ എത്തിയല്ലേ, നാളെ ഉത്രാടം, മറ്റന്നാൾ തിരുവോണം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ നമ്മുടെ ഇത്തവണത്തെ ഓണം എല്ലാത്തവണത്തെ പോലെ അല്ല, എങ്കിലും നമ്മൾ ചെറിയ രീതിയിലൊക്കെ എന്തായാലും ആഘോഷിക്കാതിരിക്കത്തൊന്നുമില്ലല്ലോ. അപ്പോൾ ഓണം സീരീസ് ഒക്കെ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണാം. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു അടിപൊളി പായസത്തിന്റെ റെസിപ്പിയാണ്. ഞാനിങ്ങനെ കുറേ ഇങ്ങനെ ആലോചിച്ചപ്പോഴേക്കും ഈ പരിപ്പ് പാലടയൊക്കെ എന്തായാലും കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യാമെന്ന് ഓർത്ത് അങ്ങനെ ഇന്ന് ഞാൻ ഒരു മത്തൻ വെച്ചിട്ടുള്ളൊരു പായസമാണ്, മത്തങ്ങ പായസമാണ്. അപ്പോൾ ഈ മത്തങ്ങ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാട്ടോ. അപ്പോൾ ആ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓളം ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് വീട്ടിലോട്ട് പോകാം. മത്തങ്ങ ഇപ്പം ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ചെറുതുമല്ല ഒരുപാട് വലുതുമല്ല. ഇത് നമുക്ക് വേവിച്ചെടുക്കാനുള്ളതാണ്. ഏകദേശം 2 കിലോളം മത്തങ്ങയുണ്ട് ഇത്. ഇനി നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഇത് തലപ്പാൽ എടുത്തിട്ടുണ്ട്, രണ്ടാം പാല് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്, മൂന്നാം പാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 തേങ്ങയുടെ തേങ്ങാപ്പാലാണ് എടുത്തേക്കണത്. അപ്പോൾ നമ്മുടെ മത്തങ്ങ ഞാൻ ഇതേപോലെ ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിച്ചെടുക്കാനായിട്ട് നമ്മൾ 3-ാം പാൽ ഒഴിച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ആ തേങ്ങാപ്പാൽ തന്നെ ചേർത്ത് വേവിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് കിട്ടും. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്കതൊന്ന് തുറന്നു നോക്കാം. ഇതിപ്പോൾ മത്തങ്ങ നല്ലോണം വെന്തിട്ടുണ്ട്, നല്ലോണം ഉടഞ്ഞ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് മതി. നമുക്കിതൊരു ഉരുളിയിലേക്ക് മാറ്റിയെടുക്കാം. ഞാൻ തീ കത്തിച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരുന്നിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് വറ്റണം. അടിക്ക് പിടിക്കാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം. വെള്ളമൊക്കെ ഏകദേശം വറ്റി തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഏകദേശം 2 വലിയ കട്ട ശർക്കര എടുത്തതാണ്. ഒരു 1/2 കിലോ ശർക്കരയോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. എല്ലാം നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിവിടെ ഇരുന്ന് നല്ലോണം ഒന്ന് വരട്ടിയെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയും കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 25 ml നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. എല്ലാം നല്ലോണം ഒന്ന് വരട്ടിയെടുക്കണം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം, അടിക്ക് പിടിക്കാതെ നോക്കണം. അതിലേക്ക് 1 സ്പൂൺ ചുക്ക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ചുക്കൊക്കെ ചേർക്കുമ്പോഴേക്കും നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടും. ഇപ്പോൾ നല്ലോണം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2-ാം പാൽ ചേർക്കുമ്പോഴേക്കും ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എല്ലാം നല്ലോണം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലോണം യോജിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് പായസത്തിന് പോലെ നല്ലോണം കുറുകിയിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടി ഞാൻ നേരത്തെ കുറച്ച് പാൽ മാറ്റി വെച്ചില്ലേ, അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി കലക്കി ഞാൻ യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്.
അപ്പോൾ ഇങ്ങനെ കട്ടകളൊന്നും ഇല്ലാണ്ട് യോജിപ്പിക്കണം കേട്ടോ. എല്ലാം നല്ലോണം ഒന്ന് പെട്ടെന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നല്ലോണം കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5-6 ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏലക്ക പൊടിച്ചത് ചേർക്കുമ്പോഴേക്കും ഒരു പ്രത്യേക മണമൊക്കെയാണ്. എല്ലാം നല്ലോണം ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തലപ്പാൽ ചേർത്ത് കൊടുക്കാം. തലപ്പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ നിൽക്കണ്ട. എല്ലാം നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം നമുക്ക്. ഇത് ഏകദേശം നല്ലോണം ആയിട്ടുണ്ട്. ഇത് മതി. ഇനി ഇത് ചെറുതായിട്ട് തിളച്ച് തുടങ്ങാൻ പോകുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യിൽ വറുത്തെടുത്ത കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മത്തങ്ങ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്തേക്കണേ.